പത്തനംതിട്ട പോലീസ് ക്വാർട്ടേഴ്സിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയിട്ട് ഒരു മാസമായി. 35 കുടുംബങ്ങളാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ കഴിയുന്നത്. സമീപത്തെ അച്ചൻകോവിലാറ്റിൽ പോയി തുണി നനയ്ക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും. ജില്ലാ പോലീസ് മേധാവിയുടെ ഇടപെടലിനെ തുടർന്ന് ഒരു ടാങ്കർ വെള്ളം കിട്ടി. പക്ഷേ അത് തീർന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും. നമുക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ കുറെ നാളായിട്ട്. പിന്നെ തുണിയൊക്കെ സ്കൂളിൽ യൂണിഫോം ഡെയിലി ഇട്ടുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇപ്പം ആറ്റിപ്പോയാൽ ഡെയിലി അലക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം കുറേ നാളായി വന്നിട്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്ന് യൂണിഫോം ഡെയിലി മാറി അലക്കേണ്ടത്. അപ്പോൾ നമുക്ക് യൂണിഫോം ഒക്കെ അലക്കാനും വെള്ളത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ കുറേ നാളായി വെള്ളം വന്നിട്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെയാണ്. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സ്കൂൾ യൂണിഫോമിനെ കുറിച്ചാണ് നമ്മൾ ആ പ്രതികരണത്തിൽ കണ്ടതെങ്കിൽ പോലീസുകാർക്കും ഈ യൂണിഫോം ഒക്കെ കഴുകണമല്ലോ. ഒരു മാസമായി ഇതിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടും എന്തുകൊണ്ടാണ് ജല അതോറിറ്റിയുടെ ഈ വിതരണം പുനഃസ്ഥാപിക്കാൻ പോലീസുകാർക്ക് ഇടപെടാമല്ലോ? സുജിയ, ഇക്കാര്യത്തിൽ ഈ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ് എന്ന് പറയാം. കാരണം കഴിഞ്ഞ ഒരു മാസമായി അവരും അവരുടെ കുടുംബാംഗങ്ങളും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അവർ അടുത്തുള്ള അച്ചൻകോവിൽ നദിയിലൊക്കെ പോയാണ് അവർ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അവർ പരാതി അവരുടെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ജില്ലാ പോലീസ് മേധാവിയോട് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി DGPയുമായി അടിയന്തരമായി ബന്ധപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് DGP ഇടപെട്ട് എറണാകുളം പോലീസ് ഓഫീസിൽ നിന്നും അവിടെ നിന്നും തൽക്കാലത്തേക്ക് ഒരു പോലീസിന്റെ തന്നെ ടാങ്കർ ലോറി ഇന്നലെ രാത്രി എത്തിച്ചിരുന്നു. പക്ഷേ അത് ഒരു ടാങ്കർ ലോറി വെള്ളം ഇവിടെ എത്തിച്ചതുകൊണ്ട് മാത്രം പരിഹാരമാകുന്നില്ല. ഇനി തുടർ ദിവസങ്ങളിലും ഇവർക്ക് സ്ഥിരമായി വെള്ളം ലഭിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. നമുക്ക് ഈ കെട്ടിടങ്ങളൊക്കെ കാണാം. ഇവിടെ 35ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. 100ഓളം പേർ കുട്ടികളടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർ ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഈ ക്വാർട്ടേഴ്സിനകത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വെള്ളം ലഭിക്കുന്നില്ല. അത് ചില തർക്കങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെയാണ്. കാരണം പത്തനംതിട്ട നഗരസഭയും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം SP ഓഫീസിന്റെ എതിർവശത്താണ് ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഉള്ളത്. റോഡ് മുറിച്ച് പൈപ്പ് പുതിയത് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് അനുമതി നൽകുന്നില്ല എന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. ഇപ്പോൾ ദൃശ്യത്തിൽ ഇവിടെ ഒരു കുഴൽക്കിണറൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൂടിയാണ്. നമുക്കിവിടെ വാഴകൃഷിയൊക്കെ കാണാം. പക്ഷേ അതിനൊന്നും വെള്ളം കൊടുക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇവിടെയില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവർ ഉള്ളത്. കാണുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും അച്ചൻകോവിലാറ്റിൽ വെള്ളം ഉള്ളിടത്തോളം ഇനിയിപ്പോൾ വേനലാകുമ്പോഴേക്കും ആറ്റിലും വെള്ളം കുറയുമല്ലോ പ്രവീൺ. അതേ സുജയ, ഇപ്പോൾ തന്നെ അച്ചൻകോവിലാറ്റിലും ജില്ലയിലെ മറ്റ് നദികളിലുമൊക്കെ വെള്ളം കുറവാണ്. ഇപ്പോഴും ഈ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഈ സമയത്ത് വേനൽ സമയത്ത് ആശ്രയിക്കുന്നത് ഈ നദികളെ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ നദികളിലെ വെള്ളം കൂടി അത് കുറയാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ നമുക്ക് ജലവിതരണം മുടങ്ങിയിട്ട് ഒരു മാസമായി. അതാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത്. എന്തായാലും ഈ 35 കുടുംബങ്ങളുടെ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് അത് ബന്ധപ്പെട്ട അധികൃതർ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇടത്തേക്ക് പോവുകയാണ്.